കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്, എയുടെ ബി ശതമാനത്തിൻ്റെ സി ശതമാനം 12/25 ആണെങ്കിൽ എ ബി സിയുടെ വില കണ്ടുപിടിക്കാനാണ്. അപ്പം ചോദ്യം പറയുന്നത് ഇതാണ്, എയുടെ ബി ശതമാനം കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ സി ശതമാനം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് 12/25. ഓക്കെ ആണോ? നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. ബി ശതമാനം എന്ന് വെച്ചാൽ B/100 ആണ് അല്ലേ? സി ശതമാനം എന്ന് പറഞ്ഞാൽ C/100 ആണ്. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടേണ്ടത്? 12/25 കിട്ടേണ്ടത്. ഇനി ഞാൻ പറയുന്നത്, ആ വേരിയബിൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കട്ടെ, സംഖ്യകളെല്ലാം അപ്പുറത്തോട്ട് വിട്ടേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ A×B×C കിടക്കും, ബാക്കിയുള്ളവരെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഉണ്ടായിരുന്ന 200 റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ മുകളിൽ വരും അല്ലേ? ഇനി ക്യാൻസൽ ചെയ്യാനുള്ളവരെ ക്യാൻസൽ ചെയ്യും. ഈ 25 കയറി 100നെ കട്ട് ചെയ്ത് കളയും. 25 × 4 ആണ് 100 അല്ലേ? ലെഫ്റ്റ് സൈഡിൽ എന്ത് വന്നു? A×B×C, ABC ആണ്. റൈറ്റ് സൈഡിൽ എന്ത് വന്നു? 12 × 4 48, 48 × 100 4800. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് തന്നെയല്ലേ? ABC വിലയാണ് കണ്ടുപിടിക്കേണ്ടേ. അത് തന്നെയാണ് കിട്ടിയ. A×B×C എത്ര എന്ന് ചോദിച്ചാൽ 4800. ക്ലിയർ ആയോ കുട്ടികൾക്ക്? ഓക്കെ, താങ്ക് യു.